എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL-ലുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL വാർത്തകൾ ഏറ്റവും ആദ്യമേ ലഭിക്കാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലക്നൌവിനെതിരായ തകർപ്പൻ മത്സരത്തിൽ അവസാന ഓവറിൽ വിജയം പിടിച്ചെടുത്തപ്പോൾ ഡൽഹി ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഇന്നലെ നിരാശയിലായിരുന്നു. ജയിക്കാനായിരുന്ന മത്സരം അവസാന നിമിഷത്തിൽ കൈവിട്ടത് കണ്ടപ്പോൾ പന്ത് തകർന്നുപോയി. അർഹിച്ച ജയത്തിൽ നിന്നോ ദൂരത്തേക്ക് തള്ളപ്പെട്ടതിന്റെ ദേഷ്യത്തിൽ പന്ത് ആശുതോഷ് ശർമ്മയുടെ തകർപ്പൻ ഇന്നിംഗ്സിനെ കുറ്റപ്പെടുത്തി പറഞ്ഞ വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്കും അതിശയമുണ്ടാകും. ഇന്നലത്തെ മത്സരം കാണുമ്പോൾ IPL ആണോ ഫൈനൽ ആണോ എന്നൊരു സംശയം തന്നെയായിരുന്നു ആരാധകർ. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ ടീം മികച്ച തുടക്കമാണ് നൽകിയത്. മിച്ചൽ മാർഷ് വെറും 36 പന്തിൽ 72 റൺസ് അടിച്ചപ്പോൾ നിക്കോളസ് പൂരൻ 30 പന്തിൽ 75 റൺസ് അടിച്ച് തകർത്ത് കളിച്ചു. അതിന് പിന്നാലെ മില്ലർ 19 പന്തിൽ 27 റൺസ് കൂട്ടിച്ചേർത്തപ്പോൾ 20 ഓവറിൽ 209 റൺസ് എന്ന ഭീകര സ്കോർ ബോർഡിൽ തെളിഞ്ഞു. ഡൽഹിക്ക് ഈ സ്കോർ പിന്തുടരാം എന്ന പ്രതീക്ഷ പോലും ആരും ഉണർത്തിയില്ല. പ്രത്യേകിച്ച് രാഹുൽ ഇല്ലാത്ത അവസ്ഥയിൽ ഡൽഹി ടീമിന്റെ തുടക്കം അതീവ ദുർബലമായിരുന്നു. 65 റൺസിന് 5 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ മത്സരം ലക്നൌവിന് അനുകൂലമെന്ന് എല്ലാവരും കരുതി. എന്നാൽ അപ്രതീക്ഷിതമായി ഡൽഹി അതിന്റെ പോരാട്ട മനോഭാവം തെളിയിച്ചു. ക്രിസ്റ്റൻ സബ്, അക്ഷർ പട്ടേൽ എന്നിവരുടെ ചെറുത്തുനിൽപ്പ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ മത്സരത്തിൽ വഴിത്തിരിവായത് ആശുതോഷ് ശർമ്മയും വിപ്രാജ് നിഗമും ചേർന്നപ്പോൾ ആയിരുന്നു. വിപ്രാജ് വെറും 15 പന്തിൽ 39 റൺസ് അടിച്ചു. അതേസമയം ആശുതോഷ് ശർമ്മ 30 പന്തിൽ 60 റൺസ് നേടി ഡൽഹിയെ വിജയത്തിന് അടുത്തെടുത്തു. മത്സരത്തിന്റെ അവസാന ഓവറിൽ ഡൽഹിക്ക് 6 റൺസ് വേണ്ടിയിരുന്നപ്പോഴും ഋഷഭ് പന്ത് ഒരു സ്റ്റംപിംഗ് മിസ് ചെയ്തത് കളിയുടെ ദിശ മാറ്റി. അവസാനം ആശുതോഷ് ശർമ്മയുടെ വമ്പൻ സിക്സറിലൂടെ ഡൽഹി അത്ഭുത വിജയത്തിന് അർഹമായി. എന്നാൽ ഇത് കണ്ട ഋഷഭ് പന്ത് താൻ തോറ്റത് മനസ്സിലാക്കാനാകാതെ പൊട്ടിക്കരഞ്ഞു. മത്സരശേഷം തന്റെ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം ചുട്ട മറുപടി നൽകി. ഞങ്ങൾ എല്ലാം മികച്ച രീതിയിൽ ചെയ്തെങ്കിലും ഭാഗ്യം നമ്മോട് ഉണ്ടായിരുന്നില്ല. ഒരു കളിക്കാരന്റെ പ്രകടനം മുഴുവൻ മത്സരത്തിന്റെ ഗതി മാറ്റിയപ്പോൾ അതിനെ തടയാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു. ആശുതോഷ് ശർമ്മ ഇന്ന് ഞങ്ങളുടെ ജയം കയ്യിൽ നിന്ന് തട്ടിയെടുത്തുപോയി, പന്ത് വ്യക്തമാക്കി. എന്തായാലും മികച്ച ഒരു മത്സരം തന്നെ ആയിരുന്നു ഇന്നലത്തേത്. ഡൽഹിയുടെ ഈ വിജയം സാക്ഷാത്കരിച്ച ആ സിംഹം ആശുതോഷോ വിപ്രാജോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.